സംസ്ഥാന സർക്കാരിന്റെ വികസന സദസ്സുമായി സഹകരിക്കുമെന്ന് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ നേതൃത്വം. സംസ്ഥാന തലത്തിൽ UDF വികസന സദസ്സ് ബഹിഷ്കരിക്കുമ്പോഴാണ് മലപ്പുറത്ത് ലീഗിന്റെ പിന്തുണ. വിപിൻ സി വിജയനാണ് ചേരുന്നത് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. വിപിൻ, വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത്. ഇതെന്താണ് ഇങ്ങനെ ഒരു തീരുമാനം ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടായത്? അതേസ്മിത അസാധാരണമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഈ ഉണ്ടായിരിക്കുന്നത്. ഈ സംസ്ഥാന സർക്കാർ തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഒരു വികസന സദസ്സ് നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. അത് തദ്ദേശ വികസന വകുപ്പിൻ്റെ കീഴിലാണ് ആ പരിപാടി നടത്താൻ തീരുമാനിച്ചിരുന്നത്. ഈ വികസന സദസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഉണ്ടായിട്ടുള്ള വികസനങ്ങളെ സംബന്ധിച്ച് അത് ജനങ്ങളുമായി സംവദിക്കുക എന്നുള്ളതായിരുന്നു. ഇങ്ങനെയൊരു പരിപാടി ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ ആദ്യഘട്ടത്തിൽ UDF ഇതിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഇതുമായി സഹകരിക്കില്ല എന്നുള്ളത് UDF കൺവീനർ അടൂർ പ്രകാശ് തന്നെ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ഒപ്പം തന്നെ എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നു എന്നുള്ളത് ഓരോ പഞ്ചായത്തുകളിലും കൃത്യമായി തന്നെ അറിയിക്കണം, അത്തരത്തിലൊരു സദസ്സ് നടത്തി തന്നെ അറിയിക്കണം എന്നുള്ളതും പറഞ്ഞിരുന്നു. ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു നിലപാട് അത് മലപ്പുറത്തെ മുസ്ലിം ലീഗ് എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അവർ പറയുന്നത് ഈ ഒരു പരിപാടിയിൽ നിന്ന്, വികസന സദസ്സിൽ നിന്ന് മാറി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നഷ്ടം ഉണ്ടാക്കുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു പരിപാടി നടക്കുമ്പോൾ സ്വന്തം തദ്ദേശ സ്ഥാപനങ്ങൾ ചെയ്തിട്ടുള്ള വികസന കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന കാര്യമാണ്. മലപ്പുറത്ത് മുസ്ലിം ലീഗാണ് കൂടുതലായും തദ്ദേശ സ്ഥാപനങ്ങൾ ഭരിക്കുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ സെക്രട്ടറിമാരെ ഉപയോഗിച്ച് സ്വാഭാവികമായിട്ടും CPM ഭരിക്കുന്ന പഞ്ചായത്തുകളുടെ കാര്യങ്ങൾ മാത്രം പുറത്തേക്ക് വരികയും അത് ജനങ്ങളിലേക്ക് അതുമാത്രം എത്തുന്ന ഒരു സ്ഥിതിയും ഉണ്ടാകും. അപ്പോൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഒട്ടും ഗുണകരമാകില്ല എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇതുമായിട്ട് ഇപ്പോൾ സഹകരിക്കാനും ഒപ്പം കെങ്കേമമായി തന്നെ ഈ പരിപാടി നടത്തണം എന്നുള്ളതുമാണ് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ ഇറക്കിയിരിക്കുന്ന ഈ ലെറ്ററിൽ പറയുന്നത്. അത് UDF എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് തീർത്തും എതിരായിട്ടുള്ള ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനമാണ്. സ്വാഭാവികമായിട്ടും ഇത് UDF-ൽ തന്നെ വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കും എന്നുള്ളതും ഉറപ്പാണ്. ഇങ്ങനെ UDF ഈ ഒരു തീരുമാനം എടുക്കുകയും അതിൽ നിന്ന് ഇപ്പോൾ മലപ്പുറത്തെ മുസ്ലിം ലീഗ് ഒരു തീരുമാനം എടുക്കുമ്പോൾ ഇവിടുത്തെ, അതായത് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വവും UDF-ഉം ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. പ്രതിപക്ഷ നേതാവും PK കുഞ്ഞാലിക്കുട്ടിയുമായി സംസാരിച്ച് ഒരു അന്തിമ തീരുമാനം എടുക്കാം എന്നുള്ളതാണ് UDF ഇതുമായി ജില്ലയിലെ UDF എടുത്തിരിക്കുന്ന ഒരു തീരുമാനം. എന്തായാലും ഈ ഒരു തദ്ദേശ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യം, വലിയ ചലനമുണ്ടാക്കാവുന്ന ഒരു തീരുമാനം മലപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ഇതിൽ UDF-ന്റെ ഒരു പ്രതികരണവും ഇനി വരുന്ന UDF യോഗത്തെ സംബന്ധിക്കുന്നതും വളരെ നിർണായകവുമായിരിക്കും. സ്മിത. അതെ, വിപിൻ സി വിജയനാണ് വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേർന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കാരണം തന്നെ ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് UDF ആവശ്യപ്പെട്ടതാണ്, ആഹ്വാനം ചെയ്തതാണ്. പക്ഷേ അതേ കാരണം തന്നെ മുൻനിർത്തിയാണ് ഇപ്പോൾ ലീഗ്. കാരണം അതങ്ങനെ മാറി നിന്നാൽ വികസന സദസ്സാണ്, അതിൽ നിന്ന് മാറി നിന്നാൽ അത് തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി അയക്കും എന്നുള്ള കാരണം മുൻനിർത്തിയാണ് ഇപ്പോൾ ലീഗ് ഇക്കാര്യത്തിൽ വികസന സദസ്സിനെ പിന്തുണയ്ക്കുന്നത്. അത് LDF-ന് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് വളരെ ഗുണകരമാകുമ്പോൾ UDF-ന് വലിയ തലവേദനയും സൃഷ്ടിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.